എന്നോട് പറഞ്ഞിരിക്കുന്നു, നിനക്ക് എന്റെ കൃപ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സീനിയർ സിറ്റിസൺസിനു വേണ്ടിയുള്ള ശുശ്രൂഷകൾ ചങ്ങനാശ്ശേരി അതിരൂപത ആരംഭിച്ചിട്ട് 30 വർഷത്തിലേറെയാകുന്നു. ഇടവകകളിൽ പ്രായമായവരുടെ സംഗമങ്ങൾ ക്രമീകരിക്കുന്നു, രോഗീദിനാചരണങ്ങൾ സംഘടിപ്പിക്കുന്നു, കൊറോന തലത്തിലും അതിരൂപതാ തലത്തിലുമുള്ള കൺവെൻഷനുകൾ ക്രമീകരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് അതിരൂപതയുടെ കുന്നന്താനത്തുള്ള സിയോൺ ധ്യാന കേന്ദ്രത്തിൽ പ്രായമായവരെ താമസിപ്പിച്ചുള്ള 4 ദിവസത്തെ ധ്യാനം നടത്തി വരികയാണ്. ഇതുവരെ 10 ധ്യാനങ്ങൾ നടന്നു കഴിഞ്ഞു. 65 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ളവർ ഈ ധ്യാനത്തിൽ കേരളത്തിൻ്റെ പല രൂപതകളിൽ നിന്നും വന്ന് വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുന്നു. ചിലരെല്ലാം വീണ്ടും വീണ്ടും വന്ന് പങ്കെടുക്കുകയാണ്. ഇന്ന് പ്രായമായവർ കുടുംബങ്ങളിൽ ഏറെ ഒറ്റപ്പെടുന്നുണ്ട്. അവരുടെ ഏകാന്തതയ്ക്കും അവരുടെ വാർദ്ധക്യത്തിൻ്റെതായ നിരവധിയായ പ്രശ്നങ്ങൾക്കും പ്രഭാഷണങ്ങളിലൂടെ, ആത്മീയ ശുശ്രൂഷകളിലൂടെ, കൗൺസിലിങ്ങിലൂടെ ഒരു ആശ്വാസവും സ്വാന്തനവും പകരുക എന്നുള്ളതാണ്. അങ്ങനെ പ്രായമായവരുടെ ജീവിതത്തെ ശാക്തീകരിക്കുക, അവരുടെ ജീവിതത്തെ ഏറെ അനുഗ്രഹപ്രദമാക്കി തീർക്കുക എന്നുള്ളതാണ് ഗ്രേസ്ഫുൾ സീനിയർ സിറ്റിസൺ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ഒരു സിഗ്നേച്ചർ ധ്യാനം എന്ന് വെച്ചാൽ, മനസ്സ് മഴക്കാറ് പോലെ മൂടിക്കെട്ടി വന്നവർ മനസ്സ് തുറന്ന് ചിരിച്ച് യൗവനം വീണ്ടെടുത്ത് കൊണ്ടുപോകാൻ തക്കവിധം അത്ര ശക്തമായിട്ടൊരുക്കുന്ന ഒരു നല്ല ധ്യാനം. ഒരു പക്ഷേ ആഗോള സഭയിലെ ഒരു ആദ്യത്തെ ധ്യാനം, ഇവർക്ക് വേണ്ടി മാത്രം, സീനിയർ സിറ്റിസൻസിന് വേണ്ടി മാത്രമുള്ള ഒരു ധ്യാനം ചങ്ങനാശ്ശേരി അതിരൂപതയിലൂടെ കുന്നന്താനം സെഖിയാൻ ധ്യാനകേന്ദ്രം ഒരുക്കുകയാണ്. ഒരുപാട് ഹൃദയം തുറന്ന് വർഷങ്ങൾ എല്ലാവർക്കും, അവർക്കെല്ലാം ഉണ്ട്, അവർക്ക് സമ്പത്ത് അത്യാവശ്യമുണ്ട്, പെൻഷനൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് കേൾക്കാൻ ആളില്ല. അപ്പോൾ കേൾക്കാനും മനസ്സ് തുറന്ന് കുമ്പസാരിക്കാനും സമപ്രായക്കാരോട് സല്ലപിക്കാനും ചില വ്യായാമ മുറകൾ പുതിയതായിട്ട് പഠിക്കാനും ചില ശീലങ്ങൾ ആർജിക്കാനും ഒക്കെ അവർക്ക് സാധിക്കും. അതുകൊണ്ടാണല്ലോ 6, 7, 8, 10 ധ്യാനങ്ങൾ അടുപ്പിച്ച ആൾക്കാർ കൂടുക. ചില കുടുംബങ്ങൾ ഒരുമിച്ച് വരിക, 5, 8, 10 പേര്. ഇത് കേരള സഭയ്ക്ക് ഒരു പുതുമയാകട്ടെ, നവോത്ഥാനമാകട്ടെ, നന്മയാകട്ടെ. നിങ്ങളും പങ്കുചേരണം.